ഹലോ, അതെ KSEBിലെ കനകനാണ്. ഏത് മത്തായി? ആ അച്ചായ, നമസ്കാരം നമസ്കാരം. എന്തുണ്ട്, സുഖാണോ? ആ ഞങ്ങളങ്ങനെ പോകുന്നു അച്ചായ. ആ ഫാസിൽ കൂടെ ഉണ്ട്, കൊടുക്കണോ? ആ എങ്ങനെയുണ്ട് ടയർ കമ്പനിയൊക്കെ? നന്നായി പോണല്ലേ? ഓ അത് ശരി അത് ശരി. അച്ഛാ ഇപ്പൊ മൂന്നാറിലാണ്. ഓക്കെ. ആ ഒരാഴ്ച കഴിഞ്ഞാ തിരിച്ചു പോകും, ഗൾഫിൽ പോകും. ഓ അത് ശരി. അല്ല ചായ, അതിപ്പോ അന്ന് വരണോന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ മൂളിയെന്നേ ഉള്ളൂ. ആ അതിപ്പോ ഒരാഴ്ചയുടെ അങ്ങോട്ട് വരല് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല ചായ. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വരുന്നുണ്ടെങ്കിൽ വിളിക്കാം. ആ ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരാണ് ഞാനത്? നീ ആരാന്ന് വിചാരിച്ചാ കൈ നീട്ടി വന്നത്? അല്ല, എന്റെ പേരൊക്കെ പറഞ്ഞല്ല. എടാ ഇത് നമ്മുടെ അച്ചായനാണ്. ഏതച്ചായൻ? നമ്മളെന്നാ കണക്ഷൻ കൊടുത്തില്ലേ? ഏത്? ആ 3 ഫേസ് കൊടുത്തത്. മനസ്സിലായി. എന്നാലും പുള്ളി നമ്മളെ മറന്നില്ലല്ലോ. എന്താ പറഞ്ഞാള്? പുള്ളി മൂന്നാറിൽ റിസോർട്ടിലുണ്ട്, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ. എന്നിട്ട് 2-3 ദിവസം അവിടെ നിന്ന് ആഘോഷിച്ചിട്ടൊക്കെ പോയാ മതി. പോയാലോ നമുക്ക്? എങ്ങനെ പോവും? എന്ത് ബസ്സിന് പോണം? എന്നാ പിന്നെ ഫാമിലിയും കൂട്ടി അങ്ങ് പോയാലോ? അയ്യോ, എന്നാ പിന്നെ ഇവിടെ തന്നെ നിന്നാ പോരെ? എന്റെ കനക 2-3 ദിവസം നമുക്ക് പോയിട്ട് അടിച്ച് പൊളിക്കാന്ന്. എത്ര നാളാണ് ഈ വീട്ടിൽ തന്നെ നിക്കണത്? മടുക്കണേ മനുഷ്യന്. നമുക്ക് പോകാന്നേ. പക്ഷെ വീട്ടിലിപ്പോ ജമന്തി അമ്മയൊന്നും ഇല്ലാതെ എങ്ങനെ പോകൂടാ? അവരോട് എന്തെങ്കിലും നുണ പറഞ്ഞ് സമ്മതിപ്പിച്ചാ പോരെ? ആ നുണ പറഞ്ഞ അവര് പെട്ടെന്ന് പിടിക്കൂലേ? ആ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നിനക്ക് പിന്നെ അത് പറഞ്ഞ ശീലമുണ്ടല്ലോ. അത് നുണയെപ്പോലെ അതിന്റെ മാതിരിയൊക്കെ പറയണം, അപ്പൊ അവര് സമ്മതിക്കും. ആ ജമന്തി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടാ അമ്മയുടെ കാര്യമാണ്, അത് ഒരു നിലയ്ക്ക് എടുക്കൂല. ആ അതിന് ഐഡിയ ഉണ്ട് കനക. നമുക്കേ മറ്റേ മൂലമറ്റത്ത് ട്രെയിനിങ് ഇല്ലേ KSEBിയുടെ, അതിനൊന്നും പറഞ്ഞു പോയാലോ? ട്രെയിനിങ് ആയില്ലല്ലോ. അത് ശരിക്കും ട്രെയിനിങ്. നമുക്ക് ആ ട്രെയിനിങ്ങിന്റെ പേരും പറഞ്ഞിട്ട് മൂന്നാർ പോവാന്ന്. ആണോ? പിന്നെ അത് സമ്മതിക്കും. ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ സമ്മതിക്കും. ട്രെയിനിങ്ങിനാന്നും പറഞ്ഞിട്ട് നമുക്ക് പോവാ. അത് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും? അത് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് അവതരിപ്പിക്കണം. ആണോ? എന്നാലും ഈ ജമന്തിയെ അമ്മയെ നമ്മൾ എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന? നിങ്ങൾ ഇതുവരെ പോയില്ലേ? പോണ്ടേന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇനി ആലോചിച്ച് തീർന്നില്ല. ഇപ്പഴല്ലേ മത്തായിച്ചൻ വിളിച്ചത്? ഏത് മത്തായിച്ചൻ? നമ്മുടെ മത്തായിച്ചൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഓരോരുത്തരെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞോണ്ടിരിക്കണേ. എനിക്ക് ഉത്തരം പറഞ്ഞ് വയ്യ. ഒന്ന് വേഗം പോകാനാകാ. ഒന്ന് കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം ജോലിയിൽ. രാവിലെ ആകുമ്പോൾ 2 കൂടെ ഇറങ്ങിക്കോളൂ, കുടുംബകാര്യം പറഞ്ഞോണ്ട്. നമ്മളെ പറഞ്ഞു വിട്ടേ ഫുക്രിയാക്കാനാണ്. ഫുക്രി ഞങ്ങൾ 2-3 ദിവസം ലീവ് എടുക്കാൻ പോവാടാ. നീ എന്ത് ചെയ്യും? ലീവ് എടുക്കല്ലേ? പിന്നെ എടുക്കല്ലേ. ആ അപ്പൊ മൂന്നാർ ഊണെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പിന് ഇടങ്ങഴിയരിയുടെ ചോറ് തിന്നുമായിരുന്നു അങ്ങേര്. പച്ചക്കുരുമുളകിട്ട് പറ്റിച്ച പത്തിക്കറി എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ജീവനായിരുന്നു. പിന്നെ അങ്ങേരുടെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. 2 മിനിറ്റ് കിട്ടിയാ മതി, അപ്പൊ തുടങ്ങും ഭർത്താവിനെ പോകട്ടെ. അല്ല, കനകനല്ലയോ വരുന്നത്? ആണല്ലോ. ഞാൻ പറയൂല, നീ പറഞ്ഞോട്ടാ. ഞാൻ പറഞ്ഞോളാം, നീ നടക്ക്. ഏട്ടൻ എന്താ നേരത്തെ വന്നേ? ഇരിക്കി. എന്താ ഏട്ടാ, എന്ത് മുഖം ഇങ്ങനെ ഇരിക്കണം? എന്തേലും വയ്യായ്ക ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ നിന്റെ മുഖം എന്താടാ വീർത്തിരിക്കുന്നല്ലോ? എന്താ ഓഫീസിലൊരു വിഷയം ഉണ്ടായ മച്ചി, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അത്. ഇവനെ ആരെങ്കിലും തല്ലിയോ? എന്താടാ, നിന്നെ ആരെങ്കിലും തല്ലിയോ? ഓ എന്നെ ആരും തല്ലിയില്ല അമ്മ. പിന്നെന്താ കൊറേ വിവരമില്ലാത്തവന്മാർ അവിടെ മൂന്നാറിൽ ക്യാമ്പ് വെച്ചിരിക്കുകയാണ്. മൂലമറ്റത്തോ മൂന്നാറിൽ എവിടെ ക്യാമ്പ്? അത് ഞാനും ഫാസിലും പോണമെന്ന്. ഞാൻ പോകുന്നില്ല. പോവായിരുന്നല്ലോ. എങ്ങനെ നമുക്ക് ജീവിക്കേണ്ട ഒരു ജോലിയുടെ കാര്യമല്ലോ. അത്രയല്ലേ ഉള്ളു ഏട്ടാ.
നീ എന്താണ് ഈ പറയണത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടു കൂടി ട്രെയിനിങ്ങിന് പോകും? കനക, നമ്മുടെ എ ഓഫീസിലെ സുരേന്ദ്രന്റെ ജോലി പോയ എങ്ങനെയാന്ന് നിനക്കറിയാലോ? എങ്ങനെയാണ്? ഇതുപോലത്തെ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കാഞ്ഞോണ്ടാണ്. പോയില്ലേ പണി പോവും. ഏട്ടാ ജോലി പോണ കാര്യാണ്. ഏട്ടൻ പോയിട്ട് വന്നാ മതി. ദേ, ഒരു ജോലി കളയാൻ എളുപ്പമാണ്, കിട്ടാനാണ് പാട്. അത് നിനക്ക് ഓർമ്മ വേണം. ആ അത് തന്നെ. ഏട്ടൻ പോയേ പറ്റൂ. അതെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. അയ്യോ, എന്താ ഏട്ടാ ഇങ്ങനെ പറയണേ? ഞാൻ പോകുന്നില്ല. അത് തന്നെ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കാര്യം ആരും നോക്കും? അമ്മയ്ക്ക് മരുന്ന് എടുത്ത് കൊടുക്കണ്ടേ? അതുകൊള്ളോ, അമ്മയ്ക്ക് എന്നും മരുന്ന് കൊടുക്കുന്ന ഞാനല്ലേ? ഞാൻ എടുത്ത് കൊടുക്കാറില്ലേ? അല്ല, ഏട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന്. നോക്കിക്കൊള്ളും. ദേ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അഥവാ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞേക്കാം, പോരെ? എന്താണ് നീ പറഞ്ഞത്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്നാ? അത് കാത്തിരിക്കാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ. അതല്ല അമ്മ, ഞാൻ ഏട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഏട്ടനെ സമാധാനിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാണ് പറഞ്ഞിട്ട്. എന്റെ കനക, നീ പോകാന്ന് പറ, വെറുതെ അവരെ തല്ലുപിടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഏട്ടൻ പോയിട്ട് വന്നാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പോകുന്നില്ല. അയ്യോ എന്റെ പൊന്നുമോനെ, ഇല്ല അത് ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മൂന്നൂർക്കും കൂടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാം അവിടെ. അത് ശരിയാണല്ലോ. നമുക്ക് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജമന്തി അമ്മയും കൂടെ കൊണ്ടുപോകാം. അതല്ലയോ? എന്ത് വർത്താനോട് കനക നീ പറയണത്? എന്തേ? മൂന്നാർ വീട് വാടക എടുക്കാനാ? മൂന്നാറാണോ? അല്ല, മൂലമറ്റത്ത്. മൂന്നാർ വഴിയല്ല നമ്മള് മൂലമറ്റത്തേക്ക് പോണത്. ആകെ 3 ദിവസവും നമുക്ക് ക്യാമ്പുള്ളൂ. വീടൊക്കെ കിട്ടി വരുമ്പോഴേക്കും 5-10 ദിവസം എടുക്കൂലേ? അതൊന്നും നടക്കൂല. അത് നീ പൊയ്ക്കോന്ന് പറഞ്ഞല്ല അവര്. ആ ശരിയാണ് ഏട്ടാ, ആകെ 3 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. ഒന്ന് പോയിട്ട് വാ. നീ പോയിട്ട് വാ. ഞാൻ അമ്മ, അവിടെ ഭയങ്കര തണുപ്പാണെന്ന്. ആ തണുപ്പിനെങ്ങാനും ചെന്നപ്പെട്ട ആള് പൊട്ടി ചത്തുപോകും. അല്ല, ഈ തണുപ്പിനുള്ള ആ സ്വെറ്റർ ഞാൻ തന്നില്ല. വേണ്ട ജമന്തി, അതൊക്കെ മത്തായിച്ചാറിന്റെ അടുത്തുണ്ടെന്നേ. അല്ല, സെറ്റർ മത്തായിച്ചാറിന്റെ കടയിൽ നിന്ന് മേടിച്ചൂടെ? കാശ് കൊടുത്ത് പോണ വഴിയൊക്കെ പിന്നെ ഇവിടുന്ന് ചോന്നുകൊണ്ട് പോകും. എന്തിനാ വെറുതെ കാശ് കളയണം? ഇവിടെ ഇരിക്കല്ലേ. ഞാൻ ഏട്ടൻ അതൊക്കെ ബാഗിലാക്കി തന്നു വിടാം, പോരെ? അതെ, സമ്മതിച്ചോ? നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നല്ലോ, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അതിന് ഇങ്ങനെ മുഖം വെച്ച് പോയാൽ എങ്ങനെ ഏട്ടാ? നമ്മള് വീട്ടില് ഭാര്യയെ അമ്മയൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോത്ത് പണിയണ പോലെ പുറത്തു പോയിട്ട് അങ്ങനെ പണിയാ. നമ്മുടെ വിധിയാണ് കനക, അനുഭവിക്കുക തന്നെ. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോണ്ട. അന്നൊന്നും അത് പറ്റില്ല. എന്തായാലും പോണം. എന്നാ പോ. ക്യാമ്പിന് പോണ്ടി വരുമല്ലോ. എന്റെ പൊന്നാര കനക, നീരിട്ടൊന്ന് വരകല്ലേ. അവര് സമ്മതിച്ചല്ല. ഞാനപ്പ രാവിലെ വരും, നമുക്ക് രാവിലെ പുറപ്പെടണം. ആ ശരി, ഇനി ഒന്നും പറയണ്ട. ഏട്ടനെ ഞാൻ റെഡിയാക്കി നിർത്തിയേക്കാം. അത് മതി, ഞാൻ രാവിലെ വണ്ടിയായിട്ട് വരാം. ഇനി ഈ വിഷയം ഇവിടെ സംസാരിക്കണ്ട കേട്ടോ. ഇല്ല, നിർത്തി. ഞാൻ നാളെ ഇവിടെ വരും കേട്ടോ. ശരി. ഞാൻ പോണോടി. ഇത് തന്നെയല്ലേ ഏട്ടാ ഇത്ര നേരം അവിടെ പറഞ്ഞോണ്ടിരുന്നേ? അല്ല, എനിക്ക് അമ്മ ഇട്ടിട്ട് പോണതിലല്ല, നിന്നെ ഇട്ടേച്ച് പോകുന്നതിലാണ് വിഷമം. ഇട്ടിട്ട് പോവാനോ? ഏട്ടാ ഒരു 3 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, വേഗം പോയിട്ട് വരാലോ. ഇതെന്താ ഇപ്പൊ ഇത്ര വിഷമോന്ന് എനിക്ക് മനസ്സിലാവാത്തെ? ഏട്ടാ ഷോളയാർ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ 1.5 വർഷം എന്നെ കാണാതിരുന്നില്ലേ? ആ 1.5 വർഷത്തെ കാര്യമൊന്നും പറയണ്ട. അത് 25 വർഷം പോയ പോലെ എനിക്ക് തോന്നിയത്. ഏട്ടാ ഇത് ജോലിക്കാരിയല്ലേ, ഒന്ന് പോയിട്ട് വാ. അതിനിപ്പോ എന്താ കുഴപ്പം? എടി, പ്രായം കൂടി വരല്ലേ. ഭാര്യമാരെ സ്നേഹിക്കുന്ന പുരുഷന്മാർക്കൊക്കെ പ്രായം കൂടുന്തോറും ഭാര്യമാരോട് ഇഷ്ടം കൂടി വരിക ചെയ്യാം. നീ അതെവിടെ വായിച്ചിട്ടില്ലേ? ഞാൻ ഈ ആവശ്യമില്ലാത്ത ഒന്നും വായിക്കാറില്ല. എന്റെ ഏട്ടാ ഒന്ന് ചുമ്മാ ഇരിക്കേ. 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോയിട്ട് ഇങ്ങ് വന്നാ മതി. ഞാൻ ഇടയ്ക്ക് വിളിക്കുമല്ലോ, ആ പോരെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നീ ആ ഫോൺ നിന്റെ കയ്യിൽ നിന്ന് താഴെ വെക്കരുത്. അതുകൊള്ളു, ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണ്ടേ? പണിയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിന്നെ വിളിക്കുന്ന സമയത്തൊന്നും ഫോൺ കിട്ടാറില്ലല്ലോ. ഇത് ഫോൺ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നീ നിന്റെ പാട്ടിനങ്ങ് പോകും. ഞാൻ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് വിളിക്കുമ്പോൾ നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കും? ഞാൻ എടുത്തോളാം, ഫോൺ എടുത്തോളാം. അപ്പൊ ആ ഫോൺ എപ്പോഴും കയ്യിൽ വെക്കണം. അത് അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടരുത്. ഇല്ല, ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ, ഇനിയിപ്പോ പോവാലോ. ഇങ്ങനെ ഒരു ഏട്ടൻ. എന്താ കാലുളുക്കേ? ഏട്ടാ ചുമ്മാ പിള്ളേരെ പോലെ കാണിക്കരുത് കേട്ടോ. എനിക്ക് മനസ്സിലായി, നാളെ പോവാൻ മടിയായതുകൊണ്ടല്ലേ ഈ പറയണത്. കാലുളുക്കിന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു വിടും കേട്ടാ. എണീറ്റേ പോയി ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ അപ്പോഴേക്കും ചൂടോളം കൊണ്ടുവരാണ്. ചെല്ലേ. നല്ല ബെസ്റ്റ് കാണി ഇന്നത്തെ ദിവസം പോയി കിട്ടി. എന്നാലും ഫാസിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എനിക്ക് എന്തോ വിഷമം തോന്നുന്നു. എഴുതിയിരിക്കുന്ന അവിടെ ഒന്നും ഇല്ല. അവിടെ നീ വഴിയിലെങ്ങാനും വല്ല വണ്ടി ഇടിക്കുവോ?
കനക വല്ല കരിനാക്കൃത്ത് വല്ലതും പറയല്ലേ? ആ എന്നാ അമ്മേ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മകളെ, ഏ? പോയിട്ട് വാ. ജവന്തി, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. മരുന്നൊക്കെ കൃത്യസമയത്തിന് എടുത്തു കൊടുക്കണം. ഇനി നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടൊന്നും ചെയ്യരുത് കേട്ടോ. ഞങ്ങൾ ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല, നീ പോയിട്ട് വാ. അമ്മയുടെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്റെ കയ്യിൽ ഫോണ് അവിടെ ഇരിപ്പുണ്ട്. നിന്നോട് ഞാൻ എടുത്ത് കയ്യിലേക്കാൻ പറഞ്ഞില്ലേ? ഏട്ടൻ ഇവിടുന്ന് പോയ ഉടനെ ഫോൺ എടുത്ത് ഞാൻ കൈ പിടിക്കും. പോരെ? അവന്റെ തലയിൽ തിരുമുന്ന പൊടിയെടുത്താ എടുത്തു. രാസ്നാഥ് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തലയിട്ട് തിരുങ്ങണേ മോനെ. അച്ചാറ് വെച്ചിട്ടുണ്ട്. അച്ചാറ് എന്തിനാ 3 ദിവസത്തേക്ക് അച്ചാറ്? അല്ല, അവിടെ നോണൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ കഞ്ഞി കുടിക്കാൻ അച്ചാറൊന്നും വേണ്ട. മേടിച്ചോളാം. ഏട്ടാ, എന്തെങ്കിലും വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം. പട്ടിണി കിടക്കരുത്. ഇല്ല അമ്മ ഇറങ്ങട്ടമ്മ. പോയിട്ട് വാ. അയ്യേ, യവൻ എന്തോ നീ കൊച്ചുങ്ങളെ പോലെ എന്നെ കൂടെ കരയിക്കാനായിട്ട്. മക്കളെ കരയാതെ പോയിട്ട് വാ. അയ്യേ കനക, നീ എന്തീ കാണിക്കണ? വെറുതെ സീനാക്കല്ലേന്ന്. ഏൽപ്പിക്ക്, വണ്ടി പോകും. ഏട്ടാ, ഒരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ ബേളം വെക്കരുത്. വിഷമം കൊണ്ടാ. ഇന്നലെ തുടങ്ങിയതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. പോയിട്ട് വാ മകളെ. പേടിക്കണ്ട അമ്മ. പോയിട്ട് വാ. ചുമ്മാ ഇങ്ങോട്ടാ. കേറ്. ഇരുന്നോ. എനിക്ക് പണിയുണ്ടെന്നേ. ഒന്ന് ഇങ്ങോട്ട് വാ നീ. ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കരുതില്ല. അപ്പുറത്ത് എന്തുവാടി വിശേഷം? എന്ത് വിശേഷം? അല്ല, നിന്റെ ആങ്ങളെ വെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് പാക്ക് ചെയ്തൊരു സ്കൂട്ടറിൽ കയറി പോകുന്നുണ്ട്. അവന് ട്രാൻസ്ഫർ പോലും ആയോ? പിന്നെ ട്രാൻസ്ഫർ ആയ എന്നോട് പറയാൻ ചോദിക്കുന്നേ. അമ്മ എന്താ അമ്മേ? ഒന്നുമില്ല. അല്ല, അവൻ എവിടെയാ പോയിന്ന് പറഞ്ഞെന്താ? അവനൊരു ഇന്റർവ്യൂവിന് പോയത്. ഇന്റർവ്യൂ അല്ല, ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിന് പോയത്. എവിടെ? മലപ്പുറത്ത്. അമ്മ മൂലമറ്റത്ത് പോയതാ. അല്ല, കുറെ നാള് കഴിഞ്ഞേ വരുള്ളോ? 3 ദിവസത്തേക്ക് പോയതാ. 3 ദിവസത്തെ ട്രെയിനിങ്ങിന്. അതിന് ഇത്രയും ഇവിടെ കരച്ചിലും പോളോ കാണിക്കുന്നുണ്ട്. 3 ദിവസം ഇപ്പൊ കഴിയില്ലേ? നിന്റെ പെണ്ണുപിള്ളെ പോലെയല്ല. പെറ്റതള്ളെ പിരിയാൻ അവന് വിഷമുണ്ട്. ഒരു ദിവസം പോലും അവൻ എന്നെ പിരിഞ്ഞിരിക്കത്തില്ല. നിനക്ക് അറിയാമോ? ഇത് എന്തിനാ അമ്മ എന്നെ കുറ്റം പറയണേ? പിന്നെ ആരെ കുറ്റം പറയണ? കണ്ടോ സമാധാനോ മനുഷ്യനെ ചീത്തേപ്പിച്ചപ്പോ? അല്ല, ആ പോക്കിലെ എന്തോ പന്തികേടില്ലേന്ന്. ആള് കള്ളനാ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. പെറ്റതള്ളക്ക് അറിയാം ഒരു മോനെ കുറിച്ചുള്ളതൊക്കെ. നീ കൂടുതൽ വിസ്തരിക്കണ്ട. കണ്ടറിയാം. ഒരു പണി ചെയ്യാൻ നേരത്തെ അതിന്റെ ഇടയിൽ കയറി വരും. നീ പണി ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് കുനിഷ്ടാലോചിച്ചിട്ടാ വന്നത്? പൈസക്ക് ആണെങ്കിൽ എന്റെ കയ്യിൽ ഇല്ല, ഞാൻ തരൂല്ല. ഉണ്ടെങ്കിൽ തരില്ല. എന്റെ തങ്കം, ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നേ. അല്ല തങ്കം, ഇവൻ ഈ 3 ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇത്രയും സെന്റിമെന്റ്സ് ഒക്കെ ഇവിടെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തെന്ന്? നിന്റെ ആങ്ങളയില്ലേ കനകൻ, 3 ദിവസത്തെ ട്രെയിനിങ്ങിന് അവൻ അവിടെ പോയിട്ട് 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങ് വരില്ലേ? അപ്പൊ അതിനുവേണ്ടി ഇത്രയും വിഷമം അമ്മയും ഭാര്യയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിക്കേണ്ട കാര്യം എന്തുവാ? എനിക്കിപ്പോ എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക? അല്ല, അതിലേ എന്തോ ഒരു കൊണഷ്ടില്ലാതില്ലേന്ന് എനിക്കൊരു സംശയം. ഒരു കൊനഷ്ടമില്ല. നിങ്ങളുടെ ഈ കൊനഷ്ട കണ്ണുകൊണ്ട് നോക്കണോണ്ട് തോന്നണത് അത്. അല്ലാതെ ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല. അതെ, അവനെ 10-15 കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഓ, ഭയങ്കര അറിയലായി പോയി. ആ ചെറുക്കൻ എന്തിനീ മുതലിനെ കൂട്ടുകാരനാക്കിയെന്നാ ഞാൻ ആലോചിച്ചു. അവനുണ്ടല്ലോ കള്ളനാ, കള്ളൻ. നിങ്ങൾ പിന്നെ കള്ളനല്ല, പുണ്യാളൻ. അയ്യോ, മാനത്തുനിന്ന് ഇപ്പൊ പൊട്ടി വീണുള്ളൂ. അവിടെ ഇരിക്കി. ഞാൻ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല ഞാൻ പുണ്യാളനാണെന്ന്. നിങ്ങൾ പറയുന്ന പോലെ കൊള്ളരുതാത്തവനും പോങ്ങനും ജോലിക്ക് പോകാത്തവനും ഒക്കെ തന്നെ ഞാൻ സമ്മതിച്ചു. സമ്മതിക്കാനൊന്നുമില്ല, അങ്ങനെയാണ്. അല്ലെങ്കിൽ അല്ലാന്നുള്ളത് തെളിയിക്കണം. ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? അല്ല തങ്കം, ഞാൻ അവന്റെ ഓഫീസ് വരെ പോയി അന്വേഷിച്ചിട്ട് വന്നാലോ? എന്തെന്ന്? അവൻ എവിടെയാ പോയെന്നേ. എന്തിന്? അല്ല, അവൻ പോയത് എവിടെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ നീ എന്തെങ്കിലും കൊണസ്റ്റൊപ്പിക്കാനാണ് പോയെങ്കിൽ അതറിയുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ശരിയാ, നല്ല സന്തോഷമായിരിക്കും അല്ലേ? ഇങ്ങനെ പരതി നടന്നോളാം മറ്റുള്ളവന്റെ കുറ്റവും കുറവും തിരക്കിക്കൊണ്ട്. വീട്ടിലുള്ള ഉപകാരത്തിന് അന്വേഷിക്കരുത്. മേനെ കെട്ടത് പണിക്കും പോകൂല, വേലക്കും പോകൂല, ചെയ്യണവനോട്ട് സമ്മതിക്കേ ഇല്ല. കടന്നു പൊക്കോട്ടെ എന്റെ മുമ്പിൽ നിന്ന്. അണ്ടാ ഉത്തരം കൂട്ടിയപ്പോ കൊഞ്ഞനെ കുത്തിക്കൊണ്ട് പോണോണ്ടാ മേനെ കെട്ടത്.
ഇങ്ങനെയാണ് കൊഞ്ഞനം കുത്തുന്നത്. ഞാൻ അങ്ങനെയാണ് കാണിച്ചു. കുത്തിയെ കൊല്ലിപ്പോയിക്കോളണം. ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാ. എന്തായാലും തന്നെ കണ്ടത് നന്നായി. ഇയാള് ചട്ടി ഒരു ആരാന്ന് അറിയണ്ടേ? ഓ താനായിരുന്നോ? അതിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം വല്ലതും ആണോ? ട്രാൻസ്ഫർ ഒന്നുമല്ല, പിന്നെ ഇതേ കനകന് കൊടുത്ത ഓഫീസിൽ നിന്നതാ. കനകനുള്ളത് കനകന്, ക്ലീറ്റോയ്ക്കുള്ളത് ക്ലീറ്റോയ്ക്ക്. എനിക്ക് സൗകര്യമില്ല, ഇയാൾ കൊണ്ടുപോയി കൊടുത്തേരെ. എന്റെ ക്ലീറ്റോ ഇത് ട്രെയിനിങ്ങിനുള്ളതാ. ട്രെയിനിങ്ങിന് ആർക്ക്? കനകന്. എവിടെ? മൂലമറ്റ. ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, നീ വിട്ടോ. എന്റെ പുന്നാര എളിയൻ എവിടെ എത്തിന്നാ വിളിച്ചു പറഞ്ഞേ? ബസ് സ്റ്റാൻഡിലെത്തി, സ്കൂട്ടർ എടുത്തോണ്ട് വരൂന്നാ പറഞ്ഞെ. അയ്യോ ഇനിയിപ്പൊ ഇനി വരുമല്ലോ. സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ? പെരുന്നതിൽ എണ്ണ അടിക്കല്ലേ ക്ലീറ്റസ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ എണ്ണയല്ലേ പെട്രോൾ കിട്ടുമെങ്കിൽ ഞാൻ പെട്രോൾ വാങ്ങിച്ചു ഒഴിക്കും. അങ്ങനെയാണ് അവൻ എന്നെ പറഞ്ഞിട്ടുള്ളത്. വരട്ടെ, ഹരിചന്ദ്രൻ, ഞാൻ കൊള്ളരുതാത്തവൻ, കള്ളൻ, ജോലിക്ക് പോവാത്തവൻ. നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ എന്തോടി പറഞ്ഞ? നീ എന്തിനാ അവളായിട്ട് തല്ലുന്നത്? അതെ, ഒന്ന് അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ എവിടെ എന്നെ എവിടെ കത്തിയെടുത്തിന് ഓടിച്ചു. എനിക്ക് അമ്മേനോട് പറയാനുള്ളത്, ഇത്ര നേരം മോൻ മതിയായിരുന്നല്ലോ, എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞാ നാത്തൂന് ഇങ്ങനെ വഴക്കിടല്ലേ? ചുമ്മാ ഈ സമയത്ത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടണ്ട, ഞാൻ ചോദിച്ചോളാം. നീ ചോദിച്ചു ബാക്കിയായി. ചോദിച്ചു ഈ നിലക്ക് കൊണ്ടെന്ന് എത്തിച്ചല്ലോ. ആ കല്യാണം എന്ന് കഴിഞ്ഞ അന്ന് ആ ചെറുക്കൻ ചീത്തായതാ. വണ്ടി വേഗം കിട്ടിയോണ്ടേ, വണ്ടി സമയത്ത് കിട്ടിയോണ്ടാണ് വേഗം വരാൻ പറ്റിയത്. വരുന്നുണ്ട് എന്റെ മുന്നാര അളിയൻ. വാ വാ. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ നന്നായിരുന്നു, കുഴപ്പമില്ല. ആണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിക്കൂലേ? അല്ല, ഏട്ടനായതുകൊണ്ട് സങ്കടം വന്ന അവിടെ ചെന്നിട്ട്. അതൊന്നുമില്ല, നീ ചൂടുവെള്ളം ഉണ്ടാക്കി മറക്കുന്ന ഇപ്പൊ ശീലായി. എന്താ എല്ലാരും ഉണ്ടല്ലോ? അല്ല, ഏട്ടൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഏട്ടനെ കാണാൻ വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അമ്മ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമൊന്നും വന്നില്ലല്ലോ? എനിക്കെന്താ കുഴപ്പം? പനി ജലദോഷം ഒന്നുമില്ല അമ്മ. എന്താ ട്രെയിനിങ് അറിയാമോ? ഒരുപാട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ട്രെയിനിങ് ആദ്യമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഓഫീസിൽ പെരുമാറണം, എങ്ങനെ പൊതുസമൂഹത്തോട് പെരുമാറണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരല്ലേ. അല്ല, അതൊക്കെ നിന്നെ ആരും പ്രത്യേകം പഠിപ്പിക്കണ്ടല്ലോ, എല്ലാം നന്നായിട്ട് അറിയാലോ പെരുമാറാൻ. അല്ല, എന്നാലും അങ്ങനെയല്ല തങ്കം. നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അത്ര നല്ല ക്ലാസ് ആയിരുന്നു. അല്ലടയാ, നിന്നെ ആരെയും കൊണ്ട് വിളിച്ച്? നിന്നെ ആരെയും കൊണ്ട് വിളിച്ചത്? നിന്നോട് ഇവിടെ ഇങ്ങോട്ട് കയറരുത് ഞാൻ പറഞ്ഞല്ലേ? അതെ, നടക്കാൻ പാടില്ലാത്ത പലതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോവല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി ഈ പാവപ്പെട്ട അങ്ങോട്ട് വന്നതാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭാര്യയോടും അമ്മയോടും ഒക്കെ എങ്ങനെ പെരുമാറണമെന്ന് ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തന്നായിരുന്നോ? അതിന് ഇവിടെ എന്തിനാ ട്രെയിനിങ്? അത് ഞങ്ങൾക്ക് അറിയാലോ. അത് കോമൺ സെൻസ് ആർക്കും മനസ്സിലാവും. ഏട്ടാ, നീ അങ്ങനെ അവനെ ഒന്നും പറയൊന്നും വേണ്ട. എന്റെ മോളെ കെട്ടിയോന്നല്ലേ, അവൻ അവിടെ നിന്ന് പറയട്ടെ. അല്ല ഏട്ടാ, അതൊക്കെ പോട്ടെ, വേറെന്തൊക്കെയാ വിശേഷം? തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പ് നല്ല തണുപ്പായിരുന്നു. അയ്യോ, തണുത്ത വെള്ളത്തിൽ അമ്മ വിരലങ്ങ് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞങ്ങ് പോകും. അമ്മാതിരി തണുപ്പ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ആ ചൂടുവെള്ളം ഉണ്ടാക്കില്ലേ, ആ ചൂടുവെള്ളത്തിലല്ല ട്രെയിനിങ്. അത് ഗംഭീരായി. പിന്നെ പത്തായി സാറ് കംപ്ലീറ്റ് പോയപ്പോ തന്നു. ട്രെയിനിങ് ഉണ്ടോടാ? ഇനിയില്ല, ഇനിയിപ്പോ ഒരു കൊല്ലമൊക്കെ കഴിയും. ആള് ഗൾഫിൽ പോയില്ലേ? അയ്യോ അല്ലേ, ലീവ് എടുത്തിട്ട് ഗൾഫിൽ പോയി. ഞങ്ങൾക്ക് ഇല്ല ഇനി. ഇല്ലല്ലേ? അതെല്ലാം പഠിപ്പിച്ച് വിട്ടു. അതെ. അല്ല ഏട്ടാ, അപ്പൊ നാളത്തെ ട്രെയിനിങ്ങിന് ആര് പോവും? നാളെ എന്ത് ട്രെയിനിങ്? നാളെ ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ. ട്രെയിനിങ് ഉണ്ട്, പക്ഷെ നമുക്ക് പോകണ്ടായിനി. അപ്പൊ നിങ്ങൾക്ക് ഇനി പോണ്ടല്ലേ? ഞങ്ങളുടെ കഴിഞ്ഞ് ഇവര് ട്രെയിനിങ്ങിനൊക്കെ പോയി എല്ലാം പഠിച്ച് മിടുക്കന്മാരായിട്ട് വന്നൊക്കെയല്ലയോ. ഇനി വേറെ ബാച്ചാണ്, അവർക്ക് പോയാൽ മതി. അതിന് അടുത്ത വർഷമേ ഉള്ളൂ. അതെ, അത് മത്തായി സാറ് ലീവ് എടുത്ത്
ഗൾഫിൽ ലീവ് എടുത്ത് ഗൾഫിൽ പോയില്ലേ? നിങ്ങൾക്ക് പോകണ്ട. ഇല്ല, അതാണ് ഞങ്ങളെ ഇപ്പൊ ആദ്യം പെടുത്തിയത്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം പഠിച്ചു വന്നിട്ടില്ലേ? അപ്പൊ ഏട്ടന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. നല്ല ക്യാമ്പിന്റെ ആളായിട്ട് അവാർഡും കിട്ടി, ആയിക്കോട്ടെ. പിന്നെ ട്രോഫിയൊക്കെ ഉണ്ട്. അതെ, ഇനി കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിക്കാവോ. ഞാൻ ഏട്ടനോടൊന്ന് വിശേഷം ചോദിക്കട്ടെ കേട്ടാ. ഏട്ടാ, ഏട്ടന് എവിടെയായിരുന്നു ഈ 3 ദിവസം? അത് മൂന്നാറില്. മൂലമറ്റത്ത്. എവിടെയായിരുന്നു ഒന്ന് ഉറപ്പിച്ച് പറ. മൂലമറ്റത്ത് ക്യാമ്പില്. എന്ത് ക്യാമ്പില്? ഈ ഞങ്ങളുടെ ട്രെയിനിങ് ഇല്ലേ? എന്ത് ട്രെയിനിങ്? ഞങ്ങളുടെ KCB ട്രെയിനിങ്. അപ്പൊ പിന്നെ നാളത്തെ ട്രെയിനിങ്ങിന് ആര് പോവും? നാളെ എന്ത് ട്രെയിനിങ്? ഏട്ടാ, നിങ്ങൾ എന്നോട് നോണ പറയരുത്. എവിടായിരുന്നു? സത്യം പറ. ഞാൻ സത്യം തന്നെയല്ലേ നിന്റെ അടുത്ത് പറയണത്. ഈ ഫോൺ എന്റെ കൈ തന്നിട്ട് പോയതാണോ? ആ, എന്താ എന്നെ വിളിക്കായിരുന്നേ? ഞാൻ വിളിച്ചല്ലോ. ആരെ വിളിച്ചു? ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചില്ലേ? റേഞ്ച് ഉണ്ടായില്ല. നിങ്ങളും മിണ്ടരുത്. നിനക്കിവിടെ റേഞ്ച് ഇല്ലായിട്ടാണ്. പിന്നെ ക്ലാസ്സിലാർന്നില്ലേ എപ്പോഴും? മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മള് പണി പോകാതിരിക്കാൻ പോയതല്ലേ? ദേ ഏട്ടാ, ദേ മുഖത്ത് നോക്കി നോണ പറയരുത് കേട്ടാ. ഞാൻ നിന്റെ മുഖത്ത് നോക്കി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ തലയെ തൊട്ട് സത്യം പറ. നിങ്ങൾ എവിടെയായിരുന്നു ഈ 3 ദിവസം? 3 ദിവസം മൂന്നാറില്. മൂലമറ്റം. നിങ്ങളോട് മിണ്ടരുതെന്ന് പറഞ്ഞോ? നീ എന്തിനാ ഇങ്ങനെ- അമ്മ പിന്നെ കള്ളം പറയാമേ. ഈ മനുഷ്യൻ ഒരു കാലത്ത് നന്നാൻ നീ പോണില്ല. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ ഇവിടെ ഇരുന്നത്? അമ്മ എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയണത്? അമ്മ എന്തമ്മ ഇത്? പിടിക്കടാ, പിടിക്കടാ. എന്ത്? എടാ പിടിക്കാൻ. വായിച്ചു നോക്ക്. വായിക്കടാ. ഇതെന്താ ഇത്? വായിച്ചു നോക്ക് അങ്ങോട്ട്. ഇനി നിങ്ങളുടെ വേഷം കൊണ്ടൊന്നും ഇവിടെ നടക്കൂല. എന്താടാ എടാ, മനസ്സിലാവുന്നില്ലേ? എന്താടാ? നാ ഇറങ്ങി പോയോ നിന്റെ? ഇത്ര നേരം ചിലക്കായിരുന്നല്ലോ. ഈ ട്രെയിനിങ്ങിനാണോ നിങ്ങൾ പോയത്? ഇതാരോടെ കൊണ്ടുവന്നു? ഇയാളൊന്നും ഇങ്ങോട്ട് വന്നേ. അതെ, ഇത് ഞാൻ എവിടെ കൊണ്ടുവന്ന് കൊടുത്തേ. നിങ്ങൾ ഈ ട്രെയിനിങ്ങിനാണോ പോയെന്ന്? ഇനിയെങ്കിലും ഒന്ന് സത്യം പറ മനുഷ്യ. മനുഷ്യനൊരു സ്വസ്ഥതയില്ലാതെ 3 ദിവസം ഇവിടെ ഇരുന്നറിയാമോ? നീ കരയണ്ട ജവന്തി. അതെ, ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പോയതാണ്. അതൊന്നും പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? അത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ട്. എന്തൊക്കെ സംഭവിക്കില്ലെന്ന് കേട്ടില്ല അമ്മ. പഠിച്ചിട്ട് പോയതാണ്. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവനോട് നുണ പറയണ്ട. ഇനി മേലെ ഈ വീട്ടിൽ കണ്ടുപോയത് നിന്നെ. പോയിക്കോളാം. നീ കരയണ്ട. എന്തൊന്നും കരയണ്ട. എണീറ്റ് നിങ്ങള്. ബാക്കി നമുക്ക് മുറി ചെന്നിട്ട് പറയാം. എണീക്ക്. ഇങ്ങോട്ട് നടക്കാൻ കുട്ടിയൊന്നും വേണ്ട. അങ്ങോട്ട് നടക്കാൻ. പിന്നെ കണ്ണട. ഇനി ഈ വീട്ടിൽ കണ്ടുപോയത് പൊക്കോണോ ഇങ്ങോട്ടെങ്കിലും. എന്നെ പോടാ. അവളെന്റെ സ്വഭാവം അറിയില്ല. തക്കളി കൊച്ചു ഇതൊക്കെ കണ്ടല്ലേ വളരുന്ന കർത്താവേ. നേരത്തെ എന്താ അമ്മ പറഞ്ഞല്ലോ, പെറ്റ വയറിന് മക്കളെ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ലെന്ന്. അതൊക്കെ പഴയ കാലം. മതി അമ്മേനെ കുറ്റം പറഞ്ഞത്. കനക, ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് നിനക്ക് നാളെ ട്രെയിനിങ്ങിന് പോണ്ടേ? എന്നാ ഇപ്പൊ തന്നെ പോയിക്കോ. പിന്നെ ഒരു കാര്യം, ഇമാതിരിയാണ് നിന്റെ പോക്കെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് ആ വഴി അങ്ങ് പോയിക്കോളണം. ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത്. അതല്ല അമ്മ. പിന്നെ ഏതാണ്? അമ്മയും ജവന്തിയും പിരിഞ്ഞ് ഞാൻ എങ്ങനെ ട്രെയിനിങ്? Alien versus Alien.